ശ്രീ മോഹനൻ മാഷെ, വാർഡ് മെമ്പർ ഷഹർബാൻ, ശ്രീമതി ഷഹർബാൻ ചെറിയാനച്ച, മദർ സുപ്പീരിയർ സിസ്റ്റർ കൊച്ചുറേസ്യ, പിന്നെ കൈക്കാരന്മാരെ, കമ്മിറ്റി അംഗങ്ങളെ, പ്രത്യേകിച്ച് ശ്രീ ജോൺസൺ, ജിജോ ജോസ്, ഡെൻസൺ, എ ആന്റണി, ജെയിംസ് എ, ബിജു, ഷിജോ, ഗുരുതായെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട വലപ്പാട് ഇടവക്കാരെ, നാട്ടുകാരെ, ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും 525 വർഷ ജൂബിലിയുടെയും പള്ളിയുടെ പ്രധാന തിരുനാൾ സെന്റ് സെബാസ്റ്റ്യൻ തിരുനാളിൻ്റെയും എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരുന്നു. ജൂബിലി ആശംസകൾ, തിരുനാൾ ആശംസകൾ. തിരുനാളിൻ്റെ നാടിൻ്റെ ആഘോഷത്തിൻ്റെ നല്ല അനുഭവത്തോടു കൂടി തന്നെയാണ് ഞാനിവിടെ എത്തി. നേരം വൈകി എത്താൻ കാരണം 4 സ്ഥലത്ത് പൂരവും 2 സ്ഥലത്ത് പെരുന്നാൾ പ്രദർശനവും കൂടി, അങ്ങനെ അതെല്ലാം അനുഭവിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിച്ചേർന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആഘോഷം തീർച്ചയായും നന്നാകും എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ഈ തീരദേശം, വലപ്പാട് പ്രദേശമൊക്കെ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ക്രൈസ്തവ സാന്നിധ്യം, നിങ്ങൾക്കറിയാം, AD 52 തോമസ് ലീഹ പാലൂരിലെത്തി. അവിടുത്തെ ക്രൈസ്തവ സാന്നിധ്യം ഈ തീരദേശത്ത് തന്നെയാണ് വളർന്നു വന്നത്. പിന്നീടാണ് വടക്കൻ പുതുക്കാട്, അവിടെ നിന്ന് ഏനമ്മാവ്, അവിടെ നിന്ന് വലപ്പാട്. അത് 1500 വർഷങ്ങളെടുത്തു. പക്ഷെ ആദ്യ നൂറ്റാണ്ടുകളിൽ തീരദേശത്തായിരുന്നു. അവിടെ നിന്നാണ് പലവിധ കാര്യങ്ങളിൽ തീരദേശത്ത് ക്രൈസ്തവ സാന്നിധ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും വളരുകയും ചെയ്തു. 1525 വലപ്പാട് ഏഴമ്മാവിൻ്റെ ഒരു ശാഖയായി തുടങ്ങിയ ഈ വലപ്പാട് ഇടവക തൃശ്ശൂർ അതിരൂപതയിൽ പല കാര്യങ്ങൾ കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഇടവകയാണ്. നിങ്ങൾ ഈ ജൂബിലി വർഷത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ജൂബിലി വർഷത്തിൽ വളരെയേറെ ആത്മീയവും ഭൗതികവും സാമൂഹികവുമായ പല പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നു. ഇന്ന് പ്രത്യേകിച്ച് ജൂബിലി സ്മാരക ഭവനം കൈമാറുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, പള്ളി പണിയുന്നുണ്ടെങ്കിൽ 10% പാവപ്പെട്ടവരെ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പള്ളി പണിയായിട്ട് കഴിയുമെന്ന് ഞാൻ പറയുകയുള്ളൂ. ഈ എളിയവരിൽ ഒരുവർ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ യേശുവിൻ്റെ മനോഭാവം നിങ്ങൾ ഈ ഒത്തിരി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, പെൻഷൻ ഫണ്ട്, ഡയാലിസിസ്, വിവാഹ സഹായം, പലിശരഹിത വായ്പ, അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഭവനമടക്കം ഈ ജൂബിലിയോടനുബന്ധിച്ച് ചെയ്തു എന്ന് അറിയുന്നതുകൊണ്ട് വലപ്പാട് ഇടവക്കാരെ പ്രത്യേകമായിട്ട് നിങ്ങൾ അനുമോദിക്കാൻ ആഗ്രഹിക്കുക. അവിടെ മതമോ ജാതിയോ ഒന്നും നോക്കാതെ തന്നെയാണ് എന്നും നമ്മുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ. അതങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം. ഇപ്പോൾ പൊന്നത്താലിക്ക് ആന്റണിക്ക് മുന്നിലുണ്ട്. പൊന്നത്താലിക്ക് നമ്മൾ വീടുകൾ കൊടുത്തു. അപ്പോൾ ആദ്യം പോയത് ഒരു ഹിന്ദു വീട്ടിലാണ് ആദ്യം തന്നെ വീട് സംഭാവന ചെയ്യാൻ പോയത്. എനിക്ക് സന്തോഷം. ഈ വർഷവും നമ്മളെ കുറേ വീട്. അപ്പോൾ എന്ത് ആഘോഷമുണ്ടെങ്കിലും അതിൽ പാവപ്പെട്ടവന് സന്തോഷമല്ലെങ്കിൽ അത് ശരിയായ സന്തോഷമാകുകയില്ല എന്നുള്ള ഒരു തത്വമാണ് എളിയവരിൽ ഒരുവർ ചെയ്തപ്പോൾ തന്നെയാണ് എനിക്ക് ചെയ്തത് എന്നുള്ള ചിന്ത. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് അത് ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഒരു അനുഭവമാകണം. വിശ്വാസം പ്രകടിപ്പിക്കും. ഞാൻ വന്നപ്പോൾ 2 പള്ളികളിൽ, പാലക്കലും താന്നിത്യം പ്രദക്ഷിണത്തിൻ്റെ ഇടയിൽ കൂടെ പോന്നേ, പിന്നെ പൂരത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെ പോകുന്നു കേട്ടോ. പക്ഷേ പറഞ്ഞു, ആ പ്രദക്ഷിണം വിശ്വാസത്തിൻ്റെ അവതരണമായിരിക്കണം. ബാഹ്യമായ നമുക്ക് അമ്പതിരുന്നാളൊക്കെ പ്രദക്ഷിണങ്ങളൊക്കെ ഒരു സാമൂഹിക ആഘോഷമാണെങ്കിലും പ്രദക്ഷിണം പള്ളിയിലത്തെ കാര്യം ഒരു ആത്മീയ അനുഭവമായിരിക്കണം. പ്രാർത്ഥനയോടെ നടത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ 525ാമത്തെ ജൂബിലിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 2025 ജൂബിലി വർഷമായിരുന്നു, ക്രിസ്തു ജയന്തിയുടെ ജൂബിലി വർഷം. ജൂബിലി എന്ന വാക്ക് തന്നെ വരുന്നത് ബൈബിളിൽ നിന്നാണ്. ലേവിയുടെ പുസ്തകത്തിൽ 25ാമത്തെ അധ്യായത്തിൽ ശരിക്കുള്ള ജൂബിലി 50ാം വർഷ ജൂബിലിയാണ്. ബൈബിൾ ജൂബിലി എന്ന് പറഞ്ഞാൽ 50ാമത്തെയാണ്. 49 വർഷം കഴിഞ്ഞ് 50ാമത്തെ വർഷം കാഹളം മുഴക്കി ജൂബിലി ആകണം. അത് നിങ്ങൾക്ക് വിശുദ്ധ വത്സരമാകണം. അത് നിങ്ങൾക്ക് വീണ്ടെടുപ്പ്, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു അവസരമാകണം. അത് ശക്തി ആർജിച്ച് മുന്നോട്ട് പോകാനുള്ള ദൈവകൃപ ലഭിക്കുന്ന അവസരമാകണം. അങ്ങനെ
കുടുംബത്തിലേക്ക് പോകണം, സ്വാതന്ത്ര്യം കിട്ടണം, അവകാശ സ്ഥലത്തിൽ നോക്കണം, സ്വത്ത് തിരിച്ചു കിട്ടണം, ഇങ്ങനെയൊക്കെ ചിന്തയോട് കൂടിയാണ് ജൂബിലി. നമ്മൾ 2025 ആ ജൂബിലി സാർവത്രിക സഭ ക്രിസ്തു ജയന്തി ജൂബിലി ആയിട്ട് ആഘോഷിച്ചു. നിങ്ങൾ നിങ്ങളുടെ പള്ളിയുടെയും ജൂബിലി ആഘോഷിച്ചു. ഇതതിൻ്റെ സമാപന സമ്മേളനമാണ് നടക്കുന്നത്. ഈ വർഷം 2026 പലതുകൊണ്ടും പിന്നോക്കം പോകുന്ന സമുദായത്തിന് ശക്തീകരണ വർഷമായിട്ട് മാറുകയാണ്. എല്ലാവരും ഇന്ത്യക്ക് പുറത്തേക്ക് പോകാനാണ് നമ്മുടെ യൂത്തൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം വരുന്ന അംഗസംഖ്യ വളരെ വേഗം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമുദായം അതിൻ്റെ ശക്തിപ്പെടുത്തിൻ്റെ ശക്തീകരണ വർഷം കൂടിയായിട്ടാണ് ഈ വർഷം ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ജൂബിലി ആഘോഷവും വീണ്ടെടുപ്പ് വർഷമാകണം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ചൈതന്യം 525 വർഷത്തിൻ്റെ ചൈതന്യം, ഈ പാലിയൂര് തുടങ്ങിയിട്ടുള്ള 2025 വർഷത്തിൻ്റെ ചൈതന്യം, ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ശക്തിപ്പെടുന്ന ഒരു സമൂഹമായി വളരാൻ, ഈ നാടിന് മുഴുവൻ നന്മ ചെയ്യുന്ന വളർത്തുന്ന ആത്മീയമായും ഭൗതികമായും വളർത്തുന്ന ഒരു സമൂഹമായി വളരാൻ തീർച്ചയായിട്ടും ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾ കാരണമാകണം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇവിടുത്തെ സ്കൂൾ ആദ്യം തുടങ്ങിയത് പള്ളിയാണ് സർക്കാരിന് കൊടുത്തതെന്നാണ് ഞാൻ പണ്ട് കേട്ടിട്ടുള്ളത്. അത് ശരിയല്ലേ? അപ്പോൾ സമൂഹത്തിന് വേണ്ടി പള്ളിയാണ് തുടങ്ങിയത്, അത് ഗവൺമെന്റിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. പിന്നെ അങ്ങനെ നല്ല ഇപ്പോഴും നല്ല സ്കൂളായിട്ട് നടക്കണ്ടേ? അതെ, നടക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇന്റർനാഷണൽ സ്കൂളായിട്ടാണ് കാർമൽ സ്കൂൾ. ഇപ്പോൾ ഈ പ്രദേശത്തുള്ള നാനാജാതി മത്സരം എല്ലാവർക്കും സിസ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴും ആ സ്കൂൾ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നത് അല്ലേ? പിന്നെ അതങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ 2 LP സ്കൂളുണ്ട്. അപ്പം സ്കൂളുകൾ വിദ്യാഭ്യാസത്തിലൂടെ, ആതുര ശുശ്രൂഷയിലൂടെ, പിന്നെ ആത്മീയ ശുശ്രൂഷയിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇപ്പൊ ചെറിയാനച്ഛന് ഇവിടെ ഇരിക്കുന്നുണ്ട്. ചെറിയാനച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വലപ്പാട് പ്രദേശത്തിൽ തന്നെ കപ്പൂച്ചിൻസിന്റെ ഒരു ആത്മീയ വളർച്ചയ്ക്ക് വളരെ സഹായകമായ ഒരു സാന്നിധ്യം തന്നെ. അതുകൊണ്ട് പ്രത്യേകമായ വിധത്തിൽ ഈ കപ്പൂച്ചിൻ സാന്നിധ്യത്തിന്, കർമ്മലിത്ത സാന്നിധ്യം മാത്രമല്ല, കപ്പൂച്ചിൻ സാന്നിധ്യത്തിനും വലപ്പാട്ടുകാർ പ്രത്യേകം അവരോട് വളരെ കടപ്പെട്ടിരിക്കുന്നു. ഒരു നല്ല കൈയടി അവർക്ക് കൊടുത്തു തന്നെ. പിന്നെ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എനിക്ക് 2 പേര് കണ്ടു. നമ്മുടെ മോഹൻ മാഷ് ഇവിടെയുണ്ട്, പേര് ഷഹർബാൻ മാഡം ഇരിക്കുന്നുണ്ട്. അവർ 2 പേരും ഉള്ളതുകൊണ്ട് പള്ളിക്ക്, നിങ്ങൾ നാടിന് എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്യുന്നതിൻ്റെ ഒരു അംഗീകാരം തന്നെയാണ് നിങ്ങൾ ഈ ജൂബിലിയിൽ വന്ന് അവർക്ക് കൊടുക്കും. നല്ലൊരു കയ്യടി കിടക്കട്ടെ. പിന്നെ നമ്മുടെ ഇടവകയെ ശക്തമായി നയിക്കുന്ന, ഇപ്പോൾ ജൂബിലി വർഷത്തിൽ ആ കൂടി ജൻസ് മോഡേണായിട്ട് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിന് കൂട്ടുകാരായിട്ട് കൈക്കാരന്മാർ വളരെ മിടുക്കന്മാർ, വലപ്പാടുന്ന് വളരെ നേതൃത്വമുള്ള കൈക്കാരന്മാരുണ്ട്. പിന്നെ രൂപതയിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന ആന്റണിയുടെ കാര്യം പറയും വേണ്ട. പിന്നെ എല്ലാ കാര്യത്തിലും പിന്നെ കൺവീനറാരാ ഈ ജൂബിലി കൺവീനർ. അപ്പൊ യൂത്തായിട്ടുള്ള സെബി ജോർജ് യൂത്ത്. അപ്പോൾ ഞാനിവിടെ നിന്ന് നോക്കി പള്ളിയുടെ ആ ഇലുമിനേഷൻ ഒക്കെ നോക്കുകയായിരുന്നു. ഇന്നലത്തെ പെരുന്നാളെ എങ്ങനെയാവുന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. ഗംഭീരമായിട്ട് അടിപൊളിയല്ലേ? അപ്പോ അത് അതേ പിള്ളേര് വളരെ പറഞ്ഞു വളരെ അത്രയും മനോഹരമായി. അപ്പൊ അതുകൊണ്ട് ഈ ജൂബിലി പാട്ടുകാരെ പെരുന്നാൾ മാത്രമല്ല, ജൂബിലി നിങ്ങൾ സൂപ്പറായിട്ട് ഘോഷിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും നേരുക. പക്ഷെ അതൊരു വെല്ലുവിളിയാണ്. 525 കൂടെ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. 550 വർഷത്തിന്റെ ഇപ്പൊ തെളിയിച്ചത് ഈ 525 വർഷത്തിന്റെ സമാപനമല്ല, 550 വർഷത്തിന്റെ ബൈബിൾ ജൂബിലിയുടെ ഉദ്ഘാടനമായിട്ടാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി 25 വർഷം നീണ്ടു നിൽക്കുന്ന ഈ ഇടവകയെയും ഇവിടുത്തെ ക്രൈസ്തവരെയും ഒപ്പം ഈ നാടിനെയും ഈ പ്രദേശത്തുള്ള എല്ലാവരെയും ആത്മീയമായും ഭൗതികമായും നാടിനെ വളർത്താൻ നമുക്ക് പ്രധാനമന്ത്രിയെ ഈ CBC പ്രസിഡന്റ് എനിക്ക് പല പ്രാവശ്യം പ്രധാനമന്ത്രിയോടൊക്കെ സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഇന്ത്യയുടെ മതം തന്നെയാണ് ക്രൈസ്തവ. 2000 കൊല്ലം പഴക്കമുള്ളതാണ്. പക്ഷേ രാഷ്ട്ര നിർമ്മിതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള സംഭാവനകൾ, അത് വിദ്യാഭ്യാസ രംഗത്ത് ഹിന്ദി. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഹിന്ദി ഭാഷ എങ്ങനെയുണ്ടായേ? ആരാ അതിന് നേതൃത്വം കൊടുത്തത്? പലരുണ്ട്. അതിൽ ക്രൈസ്തവ മിഷണറിമാരാണ്. മലയാളത്തിൽ നിഘണ്ടുവോ? അപ്പോൾ ഭാരതത്തിന്റെ തന്നെ സംസ്കാരത്തിനും ഭാഷയ്ക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ള സേവനം എനിക്ക് ഇന്നലെ നല്ലൊരു ഇത് കിട്ടി. അക്കാഡമിക് നമുക്ക് ജൂബിലി മിഷൻ ഇന്ത്യയിലെ ഏറ്റവും നല്ല അക്കാഡമിക് ആശുപത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജൂബിലി. അപ്പം അങ്ങനെ പലതുകൊണ്ടും നമുക്ക് തീർച്ചയായിട്ടും ഈ മേഖലയിൽ ആതുര ശുശ്രൂഷ രംഗത്ത്, സാമൂഹിക സേവന രംഗത്ത് ഞാനൊരു കാര്യം കൂടി, ഞാനിപ്പോൾ ഈ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
മദർ തെരേസയുടെ ഞാൻ 1975 ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അന്ന് ഇന്റർവ്യൂ പ്രേക്ഷകർ മാസികയ്ക്ക് വേണ്ടി ഇന്റർവ്യൂ നടത്തി. ആ ഇന്റർവ്യൂ മദർ തെരേസയെ തൃശ്ശൂർ വന്നപ്പോഴും പിന്നെ എറണാകുളത്ത് വെച്ചുമൊക്കെ മദർ തെരേസയോട് പലപ്പോഴും സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. മദർ തെരേസയുടെ 2 കാര്യങ്ങൾ ചോദിച്ചു. മദറിന് ഈ ശക്തി കിട്ടുന്നത് എങ്ങനെയാണ്? അത് ചോദിച്ചപ്പോൾ മദർ കുർബാനയുമായി ബന്ധപ്പെട്ട് ശക്തി മുഴുവൻ പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ മദറിനോട് ചോദിച്ചു, മദറെ, എനിക്ക് ഈ കുഷ്ഠരോഗികളെ ആലിംഗനം ചെയ്യുക, പിന്നെ മരിക്കാൻ പോകുന്നവരെ പോയി കൊണ്ട് ശുശ്രൂഷിക്കുക, എനിക്ക് അതിനൊന്നൊരു ശക്തിയില്ല, അതിനൊന്നും എന്താ പറയാ, ഒരു ധൈര്യമില്ല. മദറിന് ഇത് എങ്ങനെയാ പറ്റണേ? ഞാൻ നിങ്ങൾ വീട് കൊടുക്കണ കണ്ടപ്പോഴാണ് എനിക്ക് അതില് ഇവിടുത്തെ ഈ 1 വർഷം മുഴുവൻ മുടങ്ങാതെ വന്ന കുട്ടികളെ എനിക്ക് അവരായിട്ടൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട് കേട്ടോ. കാരണം അവരായിട്ടൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. കാരണം 1 വർഷം മുഴുവൻ മുടങ്ങാതെ വന്ന് അവരിവിടെ ഉണ്ടാവും. അപ്പോ കാരണം ഇത് 2 കൂടി കൂട്ടിക്കെട്ടിയിട്ടെന്ന് പറയുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുന്ന വീട് കൊടുക്കലുണ്ട്, ഒപ്പം തന്നെ കുർബാനയ്ക്ക് മുടങ്ങാതെ വന്ന കുട്ടികളുണ്ട്. ഇത് കൂടി കണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ മദറിനോട് ചോദിച്ചു, മദറിനെ തന്ന ഈ ശക്തി എനിക്ക് പറ്റല്ലേ? മദർ ചോദിച്ചു, നിങ്ങൾ നോക്കുന്നത് ആരെയാ? ആ രോഗിയിലെ കുഷ്ഠരോഗത്തെയാ. നിങ്ങൾ നോക്കുന്ന ആരെ? ചാവാൻ കിടക്കുന്ന ഒരു മനുഷ്യനെയാണ്. പക്ഷെ ഞാൻ നോക്കുന്നത് ആ മനുഷ്യന്റെ ദൈവത്തെയാണ്. മത്തായി 25:40 ഈ എളിയവരിൽ ഒരു ചെയ്തപ്പോൾ, അതുകൊണ്ട് ജാതിയും അതൊന്നും നോക്കാനല്ല, ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ ശുശ്രൂഷിക്കുന്ന പോലെ ചെയ്താലേ. അതുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നവർ, ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവര്, അതുകൊണ്ടാണ് 5 പേര് മുടങ്ങാണ്ടോ 5 പേരല്ലേ സൈക്കിൾ കൊടുക്കണേ, 5 പേര്. നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ വേദനിക്കുന്നവരെ സ്നേഹിക്കാതിരിക്കില്ല. യാക്കോബ് ശ്ലീഹ പറഞ്ഞെന്താ? സഹോദരങ്ങളെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നെന്ന് പറയുന്നവൻ പറയുന്ന സത്യം പറയുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് പ്രകടമായി പറഞ്ഞു. അതുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കുർബാനയ്ക്ക് വരുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെ. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ എല്ലാവരെയും സ്നേഹിക്കാനും വളർത്താനും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ജൂബിലി പരിപാടി അതിഗംഭീരമായി ആഘോഷിച്ച വാൽപ്പാട്ടുകാരെ, പെരുന്നാൾ ഇന്നലെ സൂപ്പറായിട്ട് ഘോഷിച്ച വാൽപ്പാട്ടുകാരെ, അതിന് സഹായ സഹകരണങ്ങൾ നൽകിയ വാർഡ് മെമ്പറെ, പഞ്ചായത്ത് അധികൃതരെ, പിന്നെ ഇതിന് നേതൃത്വം കൊടുത്ത വികാരിച്ചിനോട് ഇടവക്കാരോടും കൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച മദറെ, ചെറിയാനച്ച, കപ്പൂച്ചിനച്ച, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വിജയാശംസകൾ നേർന്നുകൊണ്ട് വലപ്പാട് ഇടവക ഇനി 25 കൊല്ലത്തെ പദ്ധതിയിലൂടെ അതിരൂപതയിലെ ഏറ്റവും നല്ല ഇടവകയെന്ന് അന്ന് ഞാൻ ഉണ്ടാവില്ല, അന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ 525-ാം വർഷത്തിന്റെ ജൂബിലിയുടെ സമാപന യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം 550-ാം വർഷത്തിന്റെ ഒരുക്കവും ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.